അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വിഷയം നിക്കാഹ്, വൈവാഹിക ജീവിതം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ 4 വിധമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുനാക്കഹ്, നിക്കാഹ്, ഒരു വൈവാഹിക ജീവിതം. ഇണയും തുണയുമായിട്ടാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. ഇതിനു പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഇരു കൂട്ടരുടെയും ജീവിതം അർത്ഥപൂർണമാകുന്നത് ഒരു പങ്കാളിയെ സ്വീകരിക്കുമ്പോഴാണ്. പ്രകൃതിപരമായ ലൈംഗിക വികാരങ്ങൾ ശമിപ്പിക്കാനുള്ള വ്യവസ്ഥാപിത മാർഗം കൂടിയാണ് നമ്മുടെ ഇണ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് നൽകിയത്. അതോടുകൂടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ആ ജീവിതത്തെ ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, രണ്ടുപേരുടെയും സമ്മതത്തോടെ ഒരു കുടുംബങ്ങളും പണ്ഡിത നേതൃത്വവും ചേർന്ന് ഒന്നിച്ച് ജീവിക്കാനുള്ള ഇടപാട് നടത്തിക്കൊടുക്കുന്നു. നിക്കാഹിലൂടെ അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വൈവാഹിക ജീവിതം വളരെ സമ്പൂർണവും സന്തുഷ്ടവുമായിട്ട് തുടങ്ങുകയും ആ ജീവിതത്തെ അവസാനിപ്പിക്കുന്നിടത്തും നല്ല നിലയിലായിട്ട് നമ്മുടെ മരണം ഹുസ്നുൽ ഖാത്തിമയാകണമെങ്കിൽ شعوري واحساسي